മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഇന്നേ ദിവസം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 19-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 19. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ചുറ്റുപാടുകളിലേക്ക് നോക്കി നിരാശരാകുവാൻ ക്രൈസ്തവൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു കാലമാണിത്. ദൈവവിശ്വാസം കുറഞ്ഞു പോകുന്നു. പരിപാവനമായി കരുതിയിരുന്ന ധാർമ്മിക മൂല്യങ്ങളെ വിലയില്ലാത്തതായി കരുതി അവഗണിക്കുന്നു. ചിലർ ദൈവഭക്തിയെ ആദായ മാർഗമായി മാറ്റുന്നു. കർത്താവായ ഈശോയെ വിശ്വാസത്തിന് കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റി സ്വയം കേന്ദ്രമാക്കിയുള്ള ജീവിതത്തിന്റെ പിന്താങ്ങായി കരം താഴ്ത്തുന്നു. സത്യത്തിനും പരമാർത്ഥതയ്ക്കും യാതൊരു വിലയുമില്ലാത്ത രീതിയിലായിരിക്കുന്നു. ലോകം പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്നു. ദൈവമക്കൾ ചുമതലയെടുത്താൽ കാര്യങ്ങൾ നേർപാതയിലാകുമായിരുന്നു. സൃഷ്ടി അഥവാ പ്രകൃതി ദൈവമക്കളുടെ വെളിപാടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ദൈവമക്കൾ നേതൃത്വമെടുക്കുവാൻ വേണ്ടി ജനസമൂഹം ആഗ്രഹിക്കുന്നു. പക്ഷേ അപ്രകാരമുള്ള വ്യക്തികൾ കുറവാണ്. നാം ചുറ്റുപാടിനെ നോക്കി നിരാശപ്പെടുകയല്ല, നമുക്ക് നല്ല അവസരം ലഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് ആവശ്യം. അന്ധകാരം വർദ്ധിക്കുന്തോറും എരിയുന്ന തിരിയുടെ പ്രഭ കൂടുതൽ ദൃശ്യമാകുന്നു. സഭയിലും സമൂഹത്തിലും അന്ധകാരം വർദ്ധിച്ചിരിക്കുന്ന ഈ കാലത്ത് ക്രൈസ്തവൻ താൻ കാണുന്ന വെളിച്ചത്തിന് സാക്ഷികളാകണം. ലോകം അവർക്കായി കാത്തിരിക്കുകയാണ്. പ്രവചനമില്ലാതിരുന്ന കാലത്ത് സാമുവേലിനെയും ജനം ദൈവബോധമില്ലാത്തവരായ കാലത്ത് പ്രവാചകന്മാരെയും ദൈവം അയച്ചു. ദൈവപുത്രന്മാരുടെ വെളിപാടിനായി ലോകം ആർത്തിപ്പെടുന്നത് അന്ധകാരം വർദ്ധിക്കുന്ന കാലത്താണ്. വെളിച്ചത്തിന് സാക്ഷിയാകുമ്പോൾ ഒറ്റപ്പെടേണ്ടി വന്നാലും അതിൽ വിമുഖരാകാത്തവരാണ് ലോകത്തെ നാശത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അപ്രകാരമുള്ള വ്യക്തികൾക്ക് രംഗപ്രവേശനം ചെയ്യുവാൻ ഏറ്റവും ഉതകുന്ന ഒരു കാലമാണിത്. അന്ധകാരം വർദ്ധിക്കുമ്പോൾ ഒറ്റ മെഴുകുതിരി പോലും വിലപ്പെട്ടതാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.